ഹലോ എല്ലാവർക്കും മഹാലക്ഷ്മി പുത്തൻ എപ്പിസോഡിന്റെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മുടെ കരുണയെ ഉപദേശിക്കുന്ന പ്രതാപനെ ആട്ടോ കാണുന്നത്. നമ്മുടെ പ്രതാപം പറയുന്നുണ്ട്, മോളെ എങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് ചെല്ലണം, ഭർത്താവിന്റെ കൂടെ മോളെ ജീവിക്കേണ്ടെന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. കരുണയാണെങ്കിൽ കൊട്ട വാശിയിലാണ്, ഇല്ല ഞാൻ പോകില്ല, എന്റെ ഭർത്താവ് തലതാടി നിൽക്കുന്ന ഒരു വീട്ടിലേക്ക് ഞാൻ പോകില്ല, അവള് മഹാറാണിയായിട്ടല്ലേ അവിടെ ജീവിക്കുന്നത്, അത് കാണാൻ എനിക്ക് വയ്യച്ച എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണ ഇങ്ങനെ രണ്ടും കൽപ്പിച്ച് നിൽക്കുക. അപ്പത്തേക്കും നമ്മുടെ മുത്തശ്ശി അമ്പലത്തിൽ നിന്നൊക്കെ വരുന്നുണ്ട്. നമ്മുടെ മുത്തശ്ശി കരുണയ്ക്ക് എന്നിട്ട് പ്രസാദമൊക്കെ തൊടിയിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, മോളെ ഞാൻ മനമുരുകി പ്രാർത്ഥിച്ചിട്ടുണ്ട്, നീ ധൈര്യമായിട്ടിരുന്നു, അവൾ ഒടിഞ്ഞു പോകാനും നിനക്ക് നല്ല സന്തോഷം ഉണ്ടാകാനും വേണ്ടി ഭയങ്കരമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുകയാണ്. ആ സമയത്താണ് നമ്മുടെ ഉണ്ണി വരുന്നത്. ഉണ്ണി നമ്മുടെ കരുണയെ തിരികെ വീട്ടിലേക്ക് വിളിക്കാൻ വരികയായിരിക്കും കേട്ടോ. അപ്പൊ ഉണ്ണിയെ കണ്ടപാടെ തന്നെ നമ്മുടെ കരുണ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഉണ്ണിയെ ഇങ്ങനെ പറഞ്ഞു വിടാൻ ശ്രമിക്കുന്നുണ്ട്, ഞാൻ ഇനി വരില്ല, തനിക്ക് തന്റെ ചേട്ടനല്ലേ വലുത്, തന്റെ ചേട്ടന്റെ ഭരണത്തിൽ നിൽക്കാൻ എനിക്ക് വയ്യ അവിടെ എന്നൊക്കെ പറയുന്നുണ്ട്. ചേട്ടന്റെ ഭരണം പിന്നെയും ഞാൻ സഹിക്കും, പക്ഷെ അവളുണ്ടല്ലോ, അവളെന്റെ കാൽ കീഴിൽ കിടന്ന് വളർന്നവൾ, അവൾ അവിടെ ഈ റാണിയായിട്ട് വലസുന്നത് കാണാൻ എനിക്ക് പറ്റില്ല ഉണ്ണി എന്നൊക്കെ പറഞ്ഞിട്ട്, ഉണ്ണിയേട്ടാന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ പോവുക കേട്ടോ. നമ്മുടെ കരുണ ഇങ്ങനെ പോവുക. അപ്പൊ ഇങ്ങനെ മുറിയിലേക്ക് പോകുമ്പോൾ കരുണയ്ക്ക് ചെറുതായിട്ടൊന്ന് തലകറക്കമൊക്കെ വരുന്നുണ്ട്. അപ്പൊ എല്ലാരും കൂടി പിടിച്ച് അവിടേക്ക് ഇരുത്തുന്നുണ്ട്. തലകറക്കം വന്നപ്പോഴേ എനിക്ക് തോന്നി അത് വിശേഷമായിരിക്കും, നല്ല പ്രേക്ഷകർ അങ്ങനെയാണല്ലോ നമ്മുടെ പരമ്പരയുടെ ഒരു രീതി, അല്ലെ? അങ്ങനെ തന്നെ നമ്മുടെ ഉണ്ണി നമ്മുടെ പ്രതാപനും കൂടി നമ്മുടെ കരുണയെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ട്. അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ഡോക്ടർ പറയുന്നത് കരുണ പ്രഗ്നന്റ് ആണെന്നുള്ള കാര്യം. അപ്പൊ തന്നെ നമ്മുടെ ഉണ്ണിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പൊ ഈ ഒരു വിവരം നമ്മുടെ പ്രതാപനൊക്കെ വന്ന് അറിയിക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ പ്രതാപൻ വാമദേവന്റെ ആ മേഘനാഥനെ കിടത്തി ഹോസ്പിറ്റലിലോട്ട് ഇവർ വന്നിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രതാപനും വാമദേവനും എല്ലാവരും ഉണ്ടാവട്ടെ. അപ്പൊ ഇവരെല്ലാരും അറിയും ഈ ഒരു സന്തോഷ വാർത്ത കേട്ടോ. അപ്പൊ നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട്, മോളെ നീ കലക്കിയടി, ഇങ്ങനെ ഒരു വാർത്ത മഹാലക്ഷ്മിക്ക് കേൾപ്പിക്കാൻ പറ്റുമോ, നീ ഇതുകൊണ്ട് വിലസനോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി നീ ആയിരിക്കും ആ വീട്ടിലെ മഹാറാണി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ കരുണയെ അങ്ങോട്ട് ഉപദേശിച്ച് അങ്ങോട്ട് ഒരു പരിവാക്കുന്നു കേട്ടോ. അപ്പൊ നമ്മുടെ കരുണ പറയുന്നുണ്ട്, ഞാൻ ഇനി ഉണ്ണേട്ടനൊപ്പം വരാം എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഉണ്ണിക്കൊപ്പം നമ്മുടെ കരുണ വീട്ടിലേക്ക്, നമ്മുടെ കണ്ണന്റെ വീട്ടിലേക്ക് പോകുന്നൊരു ദൃശ്യങ്ങളാട്ടോ കൂട്ടുകാരെ ഒടുവിൽ കാണുവാൻ സാധിക്കുന്ന കാഴ്ച. അപ്പൊ പോകും വഴി ഭയങ്കര ഇതാണ് നമ്മുടെ കരുണ മധുരം മേടിച്ച് അയാളുടെ നിങ്ങളുടെ ചേട്ടനുണ്ടല്ലോ, അയാളുടെ ഓഫീസിൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കണം, അയാൾ അറിയിക്കണം എനിക്ക് ഈ വാർത്ത, അവൾക്ക് ഒരിക്കലും സാധിക്കാത്തത് എനിക്ക് സാധിച്ചു എന്ന് ഞാൻ എനിക്ക് കാണിച്ചു കൊടുക്കണം, എന്റെ ശരീരത്തിൽ വരുന്ന മാറ്റങ്ങൾ കണ്ട് മഹാലക്ഷ്മി പൊട്ടിക്കരയണം, അവൾക്ക് ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കാനാവില്ലല്ലോ, അതിന് ദൈവം എന്നെ അനുഗ്രഹിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കരുണ ഭയങ്കര ഡയലോഗാണ്. അപ്പൊ വയറ്റിൽ ഒരു കുഞ്ഞുള്ളപ്പോ പോലും നമ്മുടെ മഹാലക്ഷ്മിയെ എങ്ങനെ തകർക്കാം എന്ന് മാത്രമേ നമ്മുടെ കരുണ ആലോചിക്കുന്നുള്ളൂ. എന്റെ കുഞ്ഞിനെ നോക്കി അവര് കാലം കഴിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഡയലോഗും ആ ഒരു പകയും തന്നെ ആട്ടോ നമ്മുടെ കരുണയ്ക്കുള്ളില്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഇനി വരുന്ന ഒരു എപ്പിസോഡില് നമ്മുടെ കരുണ ഇവരുടെ ഓഫീസിലെ ലഡു ഒക്കെ ആയിട്ട് വരുന്ന ഒരു നിമിഷങ്ങളായിരിക്കും വരാൻ പോകുന്നത്. എന്തായാലും കാത്തിരുന്ന് തന്നെ കാണുമ്പോ അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.